അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ സമാധാനത്തിന്റെ വാക്താക്കളായി സ്വയം ചമയുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞു മുറുക്കുന്ന അമേരിക്കൻ തന്ത്രത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു നയതന്ത്ര സംവാദം മാത്രമല്ല, മറിച്ച് സ്വന്തം പരമാധികാരത്തെ പണയപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അമേരിക്കയുടെ ധാർഷ്ട്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അമേരിക്ക ഇറാനുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങൾ കേവലം രാഷ്ട്രീയമായ ഒന്നല്ല, മറിച്ച് അതൊരു നീതിരഹിതമായ സാമ്പത്തിക യുദ്ധമാണ്. പ്രതിദിനം $435 മില്യൺ ഭീമമായ നഷ്ടം വരുത്തിവെക്കുന്ന ഈ ഉപരോധങ്ങൾ ഒരു ജനതയാകെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാനാണ് ലക്ഷ്യമിടുന്നത്. ഔഷധങ്ങൾ, ആഹാരം, സാങ്കേതിക വിദ്യ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നീതിക്ക് നിരക്കാത്തതാണ്. ഈ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പടിഞ്ഞാറൻ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കുന്ന ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ്. സാമ്പത്തികമായി തകർച്ച നേരിടുമ്പോഴും ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും അമേരിക്കൻ നീക്കങ്ങൾ നടക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ഈ വ്യാപാര പാതയെ നിയന്ത്രിക്കുക എന്നത് അമേരിക്കയുടെ വലിയൊരു ലക്ഷ്യമാണ്. ഇതിന് പിന്നാലെ മലാക്ക കടലിടുക്കും അമേരിക്ക കണ്ണുവയ്ക്കുന്നത് ഈ വ്യാപാര പാതകളെ നിയന്ത്രിക്കാനും ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനുമുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഹോർമൂസിലൂടെയുള്ള വ്യാപാരം തടയുന്നത് കേവലം ഒരു രാജ്യത്തിന്റെ മാത്രമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും ബാധിക്കുമെന്ന ബോധ്യം ലോകരാജ്യങ്ങൾക്കുണ്ട്. ഈ നീതിരഹിതമായ സാമ്പത്തിക യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന് ലോകരാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന വലിയൊരു താക്കീതാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടെന്ന തരത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും IRGCയും തമ്മിൽ തർക്കത്തിലാണെന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ വാസ്തവത്തിൽ ഇത് ഇറാന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും സൈനിക ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സാമ്പത്തിക പുരോഗതി നേടാമെന്നത് ഇറാന്റെ സ്വാഭാവികമായ ആഗ്രഹമാണ്. സുരക്ഷാ കാര്യങ്ങളിൽ സൈനിക വിഭാഗത്തിന് വ്യക്തമായ നിലപാട് ഉണ്ടാകുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഗുണകരമാണ്. ചർച്ചകൾക്ക് മുൻപ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണ സമ്മതം വേണമെന്ന അമേരിക്കയുടെ നിബന്ധന ഇറാന്റെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഗൂഢ ലക്ഷ്യമാണ്. ഇറാനിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സൈന്യത്തെ ചർച്ചാമേശയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അവരെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രം മാത്രമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അടിച്ചേൽപ്പിക്കലുകളെ പ്രതിരോധിക്കുന്ന ഏക ശക്തി എന്ന നിലയിൽ ഇറാനെ തകർക്കുക എന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ കാലാകാലങ്ങളായുള്ള അജണ്ടയാണ്. പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇറാൻ സ്വീകരിക്കുന്ന ഉറച്ച നിലപാടുകൾ അമേരിക്കയും സഖ്യകക്ഷികളെയും ചൂണ്ടിപ്പിക്കുന്നു. മേഖലയിലെ മറ്റു രാജ്യങ്ങളെല്ലാം തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുമ്പോൾ ഇറാൻ മാത്രം വിട്ടുനിൽക്കുന്നത് അമേരിക്കൻ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികൾ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഈ അന്താരാഷ്ട്ര അനീതി തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഒരു ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇറാൻ വലിയ പങ്കും വഹിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇറാൻ പങ്കുചേരുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് മേഖലയിൽ സമാധാനം നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഇറാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ സമാധാന ചർച്ചകളെ ഇറാന്റെ ബലഹീനതയായി അമേരിക്ക കാണരുത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഓരോ നിബന്ധനയും ഇറാന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടാനുള്ള ശ്രമമാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു ജനത സ്വന്തം സ്വാതന്ത്ര്യം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും തയ്യാറാകില്ല. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഓരോ വാദവും തങ്ങളുടെ ജനതയുടെയും വരും തലമുറയുടെയും അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. ചരിത്രം സാക്ഷിയാണ്. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ഇറാനെ തളച്ചിടാൻ ആർക്കും സാധിച്ചിട്ടില്ല. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാന്റെ ആഭ്യന്തര ഉൽപ്പാദന മേഖലയെ ശക്തിപ്പെടുത്താനാണ് സത്യത്തിൽ സഹായിച്ചതും. സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒരു ജനതയെ പ്രേരിപ്പിക്കുകയാണ് ഈ പ്രതിസന്ധികൾ ചെയ്തത്. ലോകം നീതിയുടെ പക്ഷത്താണെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നിബന്ധനകളെ തള്ളിക്കളഞ്ഞ് ഇറാന്റെ അതിജീവന പോരാട്ടത്തെയും ന്യായമായ ആവശ്യങ്ങളെയും പിന്തുണയ്ക്കേണ്ടതുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ പോരാട്ടം വരും തലമുറകൾക്കൊരു പാഠമാണ്.